നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഉപ്പ് എന്നത് ലക്ഷ്മി ദേവിയുടെ അംശമാണ്. സാക്ഷാൽ മഹാലക്ഷ്മി കുടിയിരിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുവാണ് കല്ലുപ്പ്. അതുകൊണ്ട് തന്നെ കല്ലുപ്പിന് നമ്മൾ നൽകുന്ന പ്രാധാന്യം അത് സാക്ഷാൽ മഹാലക്ഷ്മിക്ക് നൽകുന്ന ബഹുമാനമാണ്, അല്ലെങ്കിൽ മര്യാദയാണ്. ഇത്രയും പ്രാധാന്യമുള്ള കല്ലുപ്പ് അടുക്കളയിൽ എങ്ങനെയാണ് വെക്കേണ്ടത്? കല്ലുപ്പിനോട് ചേർന്ന് അല്ലെങ്കിൽ കല്ലുപ്പിൻ്റെ അടുത്ത് എന്താണ് വെക്കേണ്ടതെന്നും പലർക്കും അറിയില്ല. കല്ലുപ്പിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ കല്ലുപ്പിൻ്റെ ശക്തി എന്താണ്? എങ്ങനെയാണ് നമ്മുടെ അടുക്കളയിൽ കല്ലുപ്പ് വെക്കേണ്ടത്? അതുപോലെ തന്നെ ഉപ്പുചാറിനോട് ചേർന്ന് എണ്ണക്കുപ്പി വെക്കാൻ പറ്റുമോ? കൂടാതെ ധനവരവ് വർദ്ധിക്കുന്നതിനായി വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന പരിഹാരം എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ അംശം നിറഞ്ഞ വസ്തുവാണ് കല്ലുപ്പ്. നമ്മുടെ വീടിന്റെ അഭിവൃദ്ധി, സമ്പത്ത്, സമാധാനം എന്നിവയെല്ലാം കല്ലുപ്പിന് നൽകുന്ന ബഹുമാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വീട്ടിൽ കല്ലുപ്പ് എപ്പോഴും കുറയാതെ സൂക്ഷിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ കല്ലുപ്പ് ദിവസവും പാചകത്തിന് ഉപയോഗിക്കുമ്പോൾ അതിലൂടെ ആരോഗ്യം വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങൾക്കു പിന്നിലും ശാസ്ത്രീയവും ആത്മീയവുമായ അർത്ഥമുണ്ട്. ആദ്യം തന്നെ ഉപ്പുചാർ എങ്ങനെയാണ് വെക്കേണ്ടതെന്നും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സുകൾ എന്തെല്ലാമാണെന്നും നോക്കാം. നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും എപ്പോഴും ഉപ്പ് അടുപ്പിൻ്റെ അടുത്തായിട്ടാണ് വെച്ചിരുന്നത്. അടുപ്പ് എപ്പോഴും കിഴക്ക് ദിശയിലേക്ക് അഭിമുഖമായിരിക്കണം. കാരണം സൂര്യരശ്മികൾ അടുപ്പിലേക്ക് പതിക്കുന്നതിലൂടെ വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. ഇന്ന് പല വീടുകളിലും വിറകടുപ്പ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഗ്യാസ് അടുപ്പിൻ്റെ വലതുഭാഗത്തായിട്ട് ഉപ്പുചാർ വെക്കാവുന്നതാണ്. കാരണം അടുപ്പിന്റെ വലതുവശത്തെ മൂലയിൽ അല്ലെങ്കിൽ അടുപ്പിന്റെ വലതുവശത്തായി കല്ലുപ്പ് സൂക്ഷിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അവിടെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇനി ഉപ്പുചാർ അത് നേരിട്ട് തറയിൽ വെക്കരുത്. ഒരു തട്ടമോ അല്ലെങ്കിൽ ഒരു മരപ്പലകയോ വെച്ച് അതിനു മുകളിൽ കല്ലുപ്പ് ജാർ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, എവർ സിൽവർ പോലെയുള്ള പാത്രങ്ങളിൽ ഒരു കാരണവശാലും കല്ലുപ്പ് സൂക്ഷിക്കരുത്. ഗ്ലാസ് ബോട്ടിലിലോ അല്ലെങ്കിൽ ഭരണിയിലോ കല്ലുപ്പ് സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ മൺപാത്രത്തിലും കല്ലുപ്പ് സൂക്ഷിക്കാവുന്നതാണ്. കാരണം ഈ പാത്രങ്ങളിലാണ് ഊർജം എപ്പോഴും നിലനിൽക്കുന്നത്. ഇനി ഉപ്പ് ഭരണി അല്ലെങ്കിൽ ഉപ്പുജാർ വെക്കുമ്പോൾ ആദ്യം തന്നെ തട്ടത്തിലോ അല്ലെങ്കിൽ മരപ്പലകയിലോ 1 രൂപ നാണയം വെച്ച് ആ നാണയത്തിന് മുകളിലായിട്ടാണ് ഉപ്പുജാർ വെക്കേണ്ടത്. ഇങ്ങനെ നാണയം വെക്കുന്നതിലൂടെ ആ സ്ഥലത്ത് ഊർജം നിലനിൽക്കുകയും അതായത് ദൈവിക ശക്തി നിലനിൽക്കുകയും ഇതിലൂടെ നല്ല രീതിയിൽ സമ്പത്തിനെ അല്ലെങ്കിൽ പണത്തെ ആകർഷിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി സമ്പത്തിന്റെ ശക്തി വർദ്ധിക്കുന്നതുമാണ്. മറ്റുള്ള ദിവസങ്ങളിൽ കല്ലുപ്പ് വാങ്ങുന്നതിനേക്കാൾ വെള്ളിയാഴ്ച ദിവസം കല്ലുപ്പ് വാങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ വ്യാഴം, ബുധൻ, ഞായർ എന്നീ ദിവസങ്ങളിൽ ഉപ്പുജാർ കഴുകി വൃത്തിയാക്കാവുന്നതുമാണ്. കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പാത്രം നല്ലതുപോലെ ഉണക്കിയതിനു ശേഷം മാത്രമേ വീണ്ടും അതിൽ കല്ലുപ്പ് നിറയ്ക്കാവൂ. ഇനി ഒരു കാരണവശാലും വെള്ളിയാഴ്ച ദിവസം ഉപ്പുജാർ കഴുകുവാൻ പാടില്ല. കാരണം ആ ദിവസം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ ഉപ്പുഭരണിയിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം ഉപ്പുഭരണി അല്ലെങ്കിൽ ഉപ്പുജാർ കഴുകുമ്പോൾ ലക്ഷ്മി ദേവിയെ പടിയിറക്കി വിടുന്നതിന് അത് തുല്യമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഇനി ഉപ്പുഭരണി നല്ലതുപോലെ കഴുകി ഉണക്കിയതിന് ശേഷം കല്ലുപ്പ് നിറയ്ക്കുന്നതിന് മുൻപായി അതിലൊരു 5 രൂപ നാണയം ഇട്ടതിന് ശേഷം ആ ഭരണിയിൽ കല്ലുപ്പിട്ട് നിറയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പണത്തെ എപ്പോഴും നിങ്ങൾക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് അടുക്കളയിൽ എണ്ണയും ഉപ്പും ഒരുമിച്ച് വെക്കുവാൻ പാടുണ്ടോ എന്ന്. അതായത് നിങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന ഏതെണ്ണയാണെങ്കിലും ശരി, അത് ഉപ്പുജാറിനോട് ചേർന്ന് അല്ലെങ്കിൽ ഉപ്പുജാറിന് സമീപം തന്നെ വെക്കണം. അല്ലാതെ ഉപ്പുജാർ ഒരു വശത്തും എണ്ണ മറ്റൊരു വശത്തും വേർതിരിച്ചു വെച്ചാൽ അതിലൂടെ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കാരണമില്ലാതെ എപ്പോഴും കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അതുകൊണ്ട് ഈ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. കല്ലുപ്പും എണ്ണയും ഒരുമിച്ച് ശുചിത്വത്തോടെ പരിപാലിച്ചാൽ ആ അടുക്കളയിൽ വസിക്കുന്ന ഊർജം അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം ഇരട്ടിക്കുന്നതാണ്. മാത്രമല്ല സമ്പത്ത്, സമാധാനം, സ്നേഹം, പരസ്പര വിശ്വാസവും ധാരണയും എന്നിവയെല്ലാം കുടുംബത്തിലേക്ക് കടന്നു വരുന്നതുമാണ്. ഇനി കഴുത്തു ഞെരിക്കുന്ന അളവിൽ കടബാധ്യത ഉള്ളവർക്കും ജീവിതത്തിൽ സമാധാനമില്ലാത്തവർക്കും അതുപോലെ തന്നെ വീട്ടിൽ ഈശ്വര ചൈതന്യം തീരെയില്ല, പകരം നെഗറ്റീവ് എനർജിയാണ് കൂടുതലായും ഉള്ളത്, അങ്ങനെ തോന്നുന്നവർക്കും കല്ലുപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന വളരെയധികം പവർഫുള്ളായ ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു പുരോഗതിയും ഇല്ലാത്തവരും ബിസിനസ്സിൽ കൂടുതൽ ഉയർച്ച ആഗ്രഹിക്കുന്നവരും ഇത് മറക്കാതെ ചെയ്യുക. കാരണം ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ഈ ഒരു പരിഹാരത്തിനായി കല്ലുപ്പും ഗ്രാമ്പുവുമാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിനായി ഗ്ലാസ് പാത്രമോ അല്ലെങ്കിൽ മൺപാത്രമോ എടുക്കാവുന്നതാണ്. ഒരു കാരണവശാലും സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രത്തിലോ ഈ പരിഹാരം ചെയ്യരുത്. ഗ്ലാസ് ബൗൾ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ഈ പരിഹാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഗ്ലാസ് പാത്രത്തിന് നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കുവാനുള്ള ശക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ കല്ലുപ്പ് വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുകയും ഇങ്ങനെ ആകർഷിച്ചെടുക്കുന്ന നെഗറ്റീവ് ഊർജം ആ ഗ്ലാസ് പാത്രത്തിനുള്ളിൽ തന്നെ കുടുങ്ങുന്നതുമാണ്. ഇനി പരിഹാരത്തിനായി ആവശ്യമുള്ള രണ്ടാമത്തെ പ്രധാന വസ്തുവാണ് ഗ്രാമ്പു. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിക്കു പ്രിയപ്പെട്ട സുഗന്ധദ്രവ്യമാണ് ഗ്രാമ്പു. അതുകൊണ്ട് തന്നെ ഗ്രാമ്പു ഉപയോഗിച്ച് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ വളരെ വേഗത്തിൽ തന്നെ ഫലം ലഭിക്കുന്നതുമാണ്. ഇനി ഈ പരിഹാരത്തിനായി ഗ്രാമ്പു എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രാമ്പു വാങ്ങുമ്പോൾ മൊട്ടോടു കൂടിയ നല്ല ഫ്രഷായ ഗ്രാമ്പു തന്നെ നോക്കിയെടുക്കുക. ഇനി ഈ പരിഹാരത്തിനായി 5 അല്ലെങ്കിൽ 7 ഇങ്ങനെ ഒറ്റ സംഖ്യയിലായിരിക്കണം ഗ്രാമ്പു എടുക്കേണ്ടത്. ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഗ്ലാസ് പാത്രത്തിൽ കല്ലുപ്പ് പൂർണ്ണമായി നിറച്ച് നന്നായി നിരപ്പാക്കുക. അതിനുശേഷം 5 അല്ലെങ്കിൽ 7 ഗ്രാമ്പു ഘടികാര ദിശയിൽ, അതായത് ഇടത്തു നിന്ന് വലത്തോട്ട് വെക്കുക. പൂവിൻ്റെ മൊട്ടുഭാഗം ഒരേ ദിശയിലേക്ക്, അതായത് വലത്തുനിന്ന് ഇടത്തോട്ട് ആയിരിക്കണം. 7 ഗ്രാമ്പുവാണ് എടുക്കുന്നതെങ്കിൽ ഒരു വൃത്താകൃതിയിൽ ചുറ്റിലുമായി വയ്ക്കുക. കല്ലുപ്പും ഗ്രാമ്പുവും ചേരുമ്പോൾ ഒരു ആത്മീയ കാന്തിക ക്ഷേത്രം, അതായത് ഒരു സ്പിരിച്വൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. കല്ലുപ്പ് നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കുമ്പോൾ ഗ്രാമ്പു അതിൻ്റെ സുഗന്ധം കൊണ്ട് പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുകയും ചെയ്യുന്നു. ഇത് വീട്ടിലെ നെഗറ്റീവ് ചിന്തകൾ, കാരണമില്ലാതെ ഉണ്ടാകുന്ന കലഹങ്ങൾ, കടം, ആരോഗ്യം ഇല്ലായ്മ എന്നിവ ക്രമേണ ഇല്ലാതാക്കുവാൻ ഇത് സഹായിക്കുന്നു. കല്ലുപ്പിന് മുകളിൽ ഗ്രാമ്പു വെച്ചതിന് ശേഷം ഈ ബൗൾ നിങ്ങളുടെ കയ്യിലെടുത്ത് വീട്ടിലെ എല്ലാ മുറികളുടെയും 4 മൂലയിൽ ഈ ബൗൾ കാട്ടുക. മുറിയുടെ 4 മൂലയിൽ മാത്രമല്ല, ജനലിനു പിന്നിലും വാതിലിനു പിന്നിലും ബൗൾ കാട്ടേണ്ടതാണ്. ഇങ്ങനെ വീട്ടിൽ എത്ര മുറിയുണ്ടോ അത്രയും മുറിയുടെ 4 മൂലയിലും കതകിനു പിന്നിലും ജനലിനു പിന്നിലും കാട്ടുക. അതിനുശേഷം ഈ ബൗൾ ആരും കാണാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് മാറ്റിവെക്കാവുന്നതാണ്. സെറ്റിയുടെ അടിയിലോ അല്ലെങ്കിൽ കസേരയ്ക്ക് പുറകിലോ കബോർഡിലോ ഷെൽഫിലോ അങ്ങനെ മറ്റുള്ളവരുടെ കണ്ണിൽ ഈ ബൗൾ പെടാത്ത രീതിയിലാണ് ഇത് വെക്കേണ്ടത്. ചില പരിഹാരങ്ങൾ തുറന്ന സ്ഥലത്ത് വെക്കുമ്പോൾ ഇത് ആർക്കും കാണാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു കോണിലോ അല്ലെങ്കിൽ മറഞ്ഞ ഒരു ഭാഗത്തോ ആണ് വെക്കേണ്ടത്. ഈ ഒരു പരിഹാരം ആരംഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ചയാണ്. കാരണം ലക്ഷ്മി ദേവിക്കു പ്രിയപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. ഇനി ഇതെത്ര കാലം ചെയ്യണം, ഏത് ദിവസമാണ് എടുത്തു മാറ്റേണ്ടത് എന്ന് നോക്കാം. ഓരോ 15 ദിവസത്തിലും ഈ പരിഹാരവും അതിലുള്ള കല്ലുപ്പും ഗ്രാമ്പുവും എടുത്തു മാറ്റണം. ഉദാഹരണത്തിന് 1-ാം തീയതി വെച്ചാൽ അടുത്തത് 15-ാം തീയതി മാറ്റുക. പിന്നീട് മാസത്തിൻ്റെ 30-ാം തീയതി അല്ലെങ്കിൽ അടുത്ത മാസത്തിൻ്റെ ആദ്യ ദിവസം വെക്കാവുന്നതാണ്. അതായത് മാസത്തിൽ 2 തവണ ഇത് മാറ്റിയാൽ മതിയാകും. കുറഞ്ഞത് 2-3 മാസത്തേക്ക് തുടർച്ചയായി ഇത് ചെയ്യുക. ഈ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കടങ്ങൾ കുറയ്ക്കുവാനുള്ള വഴികളും പണവരവ് വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങളും സ്വയം നിങ്ങളെ തേടിയെത്തുന്നതാണ്.
ഇനി ഈ ഒരു പരിഹാരം നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ കട, അതുമല്ലെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിലും സ്വന്തമായി ബിസിനസ്സോ തൊഴിലോ ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇതേ രീതിയിൽ തന്നെ ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് ഊർജം പൂർണ്ണമായും ഇല്ലാതായി പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ തൊഴിൽ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഉയർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല കസ്റ്റമേഴ്സ് വർദ്ധിക്കുകയും അതിലൂടെ വിൽപ്പന കൂടുകയും വരുമാനം വർദ്ധിക്കുന്നതുമാണ്. മാത്രമല്ല കാര്യങ്ങളെല്ലാം യാതൊരുവിധ തടസ്സവുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ടു പോകുവാൻ ആരംഭിക്കുന്നതുമാണ്. ഇനി ഒരു തവണ ഉപയോഗിച്ച കല്ലുപ്പ് എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടതെന്നാൽ കല്ലുപ്പ് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാവുന്നതാണ്. വീടിനടുത്ത് കുളമോ അല്ലെങ്കിൽ ചെറിയ തോടോ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ഒഴുക്കി വിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ തോടോ നദിയോ ഒന്നും ഇല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ ഈ കല്ലുപ്പിട്ട് നല്ലതുപോലെ കല്ലുപ്പ് അലിയിപ്പിച്ച് ആ വെള്ളം മണ്ണിൽ ഒഴിച്ചു കളയാവുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടും ശുദ്ധമായ മനസ്സോടും കൂടി ഈ ഒരു പരിഹാരം ചെയ്താൽ 100% ലക്ഷ്മി ദേവി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ വീട്ടിലും തൊഴിലിലും ബിസിനസ്സിലും നാൾക്കുനാൾ ഐശ്വര്യം വർദ്ധിക്കുന്നതുമാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.